അതേപോലെ തന്നെ എല്ലാ ആഴ്ചയിലും സാധാരണ ജനങ്ങളോട് നേരിട്ട് ടെലിവിഷൻ വഴി സംസാരിക്കാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കാം. ഈ ഒറ്റ മുഖ്യമന്ത്രിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ട്. ഒരൊറ്റ അതിനുശേഷം ഉണ്ടായിട്ടുണ്ടോ നോക്ക്. അതിന് മുമ്പില്ല. അല്ല, അതിന് മുമ്പൂല പിമ്പൂല. അത് ഇത് തന്നെ ആലോചിച്ചാൽ മതിയല്ല. ഞാൻ പറയുന്നില്ല, ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഒരു ടീച്ചർ അത് കാണുമായിരുന്നു ആ പ്രോഗ്രാം. ഞാൻ ഇരുന്ന് കാണും. ഞാൻ കാണുന്ന മാത്രമല്ല, സഖാവ് എല്ലാ സൺഡേ അത് കഴിഞ്ഞിട്ടേ ഓഫീസിൽ പോകുള്ളൂ. ആ സഖാവ് അത് കണ്ടിട്ട് പിന്നെ ഞാനങ്ങ് ഈ മദ്രാസ് എയർപോർട്ടിലെല്ലാം ഇറങ്ങുമ്പോൾ അവിടുത്തെ ലേഡി ഓഫീസർമാരെല്ലാം വന്ന് എന്നോട് പറയും, കെട്ടിപ്പിടിച്ച്, അയ്യോ മാഡം, ഞങ്ങള് സാറിന്റെ ആ പരിപാടി മുഖ്യമന്ത്രിയോട് ചോദിക്കാന്നുള്ള പരിപാടി കണ്ടിട്ട് ഞാനും എന്റെ ഹസ്ബൻഡും പള്ളിയിലും കൂടെ പോവുള്ളൂ ആ സൺഡേ. അങ്ങനെ പലതവണ അതെല്ലാം കേൾക്കുമ്പോ നമുക്കൊരു വലിയ ഒരു അഭിമാനല്ലേ അത്. ആകെ പോയതാണ് ഒരു യാത്ര, ഒരു ഗൾഫ് യാത്ര. ആകെ ഒരു തവണ. അതെന്നാ പറ്റി? അല്ല, അതെന്താ, മലേഷ്യയിൽ മലയാളികൾ ക്ഷണിച്ചു സഖാവിനാ. അവനെ ക്ഷണിക്കുമ്പോ ടീച്ചറേയും കൊണ്ടുവരണമെന്ന് പറഞ്ഞവര്. അങ്ങനെ അതെ, പി ജെ ജോസഫിന്റെ ഭാര്യയുണ്ട്, ഡോക്ടർ, ഞാനും മുറിയിൽ താമസിച്ച് അങ്ങനെ ലണ്ടനിൽ പോയി. ലണ്ടനിൽ കുറച്ച് സ്ഥലമെല്ലാം കണ്ട്, പ്രധാനമായിട്ട് കാണേണ്ട സ്ഥലമെല്ലാം കണ്ട്. ഇത്രയ്ക്ക് ഇന്നസെന്റ് ആയിട്ടല്ല, ഇത്രയ്ക്ക് ലളിതമായിട്ട് ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട്. കരുണാകരനുമായിട്ടുള്ള സൗഹൃദം പറയുമ്പോ കരുണാകരൻ വന്ന് വയ്യാതെ കിടക്കുമ്പോ പറഞ്ഞു, ഇങ്ങനെ അംബാസഡർ കാറിലൊന്നും പോകരുത്. പാവം, ആ കാറിൽ അവസാനം അധികം യാത്ര ചെയ്യാനും കൂടി പറ്റിയില്ല. ആ കാർ അത് എന്താന്ന് വെച്ചാൽ ഈ അസുഖമായിട്ട് സഖാവിന് ഇടയ്ക്കിടെ പനി വരും. ഈ ടൂറ് ഇങ്ങനെ വളരെ ദൂരല്ലേ യാത്ര, ഈ മറ്റേ അംബാസഡറിലെ യാത്ര ചെയ്യുന്നത്. അപ്പൊ എ സി ഇടുകയില്ല. എ സി ഒന്നും ഇട്ട തണുപ്പാന്നറിയുമ്പോ ഇപ്പോഴത്തെ കുട്ടികൾ എ സിയിലാണ് വണ്ടി കയറുക. അപ്പൊ അങ്ങനെ അത് കൂടെയുള്ളവരും ഗവൺമെന്റ്മാരും ഇവരല്ലേ ഇവര്, അവർക്കും സഖാവിന് വേണ്ടെങ്കിൽ പിന്നെ അവർക്കും വിടാൻ പറ്റില്ല. അങ്ങനെ കരുണാകരൻ പിറ്റേന്ന് കാലത്ത് ഇങ്ങനെ പത്രം വായിച്ച ഉടനെ ഇങ്ങനെ മുഖ്യമന്ത്രി നായനാര് ആസ്പത്രിയിലാന്ന് കണ്ട് ഉടനെ വായിച്ചാണ് ആദ്യം വന്നത് കരുണാകരൻ വന്ന് എല്ലാ വർത്താനം എല്ലാം വളരെ സൗമ്യമായി പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞു, നായനാരെ ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്യണം, നമുക്ക് പ്രായമായി വരുന്നതല്ലേ, ഇനി ഈ അംബാസിഡർ കാറിൽ ഇത്ര ദൂരം യാത്ര ചെയ്യാൻ പാടില്ല, അത് നമുക്ക് വളരെ ക്ഷീണം ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് അതൊന്ന് കാറ് മാറ്റി വാങ്ങണം, അത് നമുക്ക് ആലോചിക്കാവുന്നവരാന്ന് പറഞ്ഞു. അങ്ങനെ ആസ്പത്രിയെല്ലാം വിട്ടു വന്ന് ഇതിൽ ക്യാബിനറ്റ് ചേർന്നപ്പോ. അല്ല, ടീച്ചറോട് പറഞ്ഞില്ലേ? അല്ല അതെന്നോട് തന്നെ ഈ കരുണാകരൻ തന്നെ ഞാൻ കാറ് വാങ്ങിയാൽ മറ്റു തിരിച്ചും പറയുന്നു പറഞ്ഞു അന്നേരം തന്നെ. അതിൽ അങ്ങനെ അവര് ക്യാബിനറ്റിൽ സഖാവ് ആവശ്യപ്പെട്ടു, ഇങ്ങനെ എനിക്ക് ഒരു യാത്ര ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം, അതുകൊണ്ട് ഒരു കാറ് മാറ്റിയാൽ കൊള്ളാന്ന് പറഞ്ഞു. അത് പാർട്ടീന്റെ എല്ലാ അനുവാദത്തോടുകൂടി അല്ലാണ്ട് സഖാവ് ഒരു കാര്യം എനിക്ക് ഇന്നത് ചെയ്യണമെന്ന് പറയില്ലല്ലോ പാർട്ടീന്റെ അനുവാദത്തോടു കൂടി. അങ്ങനെ പറഞ്ഞപ്പോ പാർട്ടി പറയാത്ത കുറവ് ഉടനെ ഒരു എന്താ പറഞ്ഞത്, ഈ കാറിന്റെ പേരത് ബെൻസ് വണ്ടി വാങ്ങി. അതില് യാത്ര ചെയ്തിട്ടോ അപ്പോഴേക്കും തന്നെ പോയ പ്രതിപക്ഷം ബഹളവും വെച്ചല്ലോ. അതെല്ലാം സ്വാഭാവികം.